വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ പുതിയ അധ്യായത്തിന്റെ തുടക്കമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത ബൈപ്പാസിലേക്ക് നിർമ്മിച്ച പുതിയ പോർട്ട് റോഡിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. 10,000 കോടി രൂപയുടെ നിർമ്മാണമാണ് വിഴിഞ്ഞം തുറമുഖത്ത് രണ്ടാം ഘട്ടത്തിൽ നടക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ 800 മീറ്റർ നീളമുള്ള ബെർത്തിന്റെ തുടർച്ചയായി 1200 മീറ്റർ ബെർത്തും അധികമായി നിർമ്മിക്കും. തുറമുഖ ശേഷി 10 ലക്ഷം TEUയിൽ നിന്നും 50 ലക്ഷം TEU വരെയായി ഉയരും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ട്രെയിറ്റ് ബെർത്ത് തുറമുഖമാകുന്നതോടെ ഒരേ സമയം 4 മദർഷിപ്പ് വിഴിഞ്ഞത്ത് അടുപ്പിച്ച് ചരക്ക് കൈമാറ്റം നടത്താനാകും. ആ ചടങ്ങിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. The Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, has switched on the piling works for capacity augmentation. 21,000 TEU കൈകാര്യം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയതുമായ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. അതുവഴി ഈ തുറമുഖത്തിൻ്റെ കരുത്ത് ലോകം തിരിച്ചത്. പ്രതിമാസം 50-ലേറെ കപ്പലുകളാണ് ഈ തുറമുഖത്ത് വന്നു പോകുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് 1000 കപ്പലുകൾ എന്ന നേട്ടം നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട്. വിഴിഞ്ഞത്തിന് മുൻപ് പ്രവർത്തനം തുടങ്ങിയ പല തുറമുഖങ്ങളെയും പിന്നിലാക്കിയാണ് വിഴിഞ്ഞത്തിൻ്റെ ഈ കുതിപ്പ്. ഇത് നമ്മുടെ നാടിനാകെ അഭിമാനകരമായ കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ആദ്യമായി വനിതകളെ ഓട്ടോമേറ്റഡ് ട്രെയിൻ ഓപ്പറേറ്റർമാരായി നിയമിച്ചതിൻ്റെ ഖ്യാതിയും വിഴിഞ്ഞത്തിനാണ്. വിഴിഞ്ഞം സ്വദേശികളായ സ്ത്രീകളെ കണ്ടെത്തി പരിശീലിപ്പിച്ചാണ് മാതൃകാപരമായ ഈ നേട്ടം കൈവരിച്ചത്. സ്ത്രീ സൗഹൃദ കേരളത്തിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി അത് മാറി. വിഴിഞ്ഞം തുറമുഖത്തെ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. ഇതിലൂടെ അന്താരാഷ്ട്ര കപ്പൽപാതയിലെ പ്രധാന കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാകുന്നതോടൊപ്പം ഒരു പ്രധാന ക്രൂ ചേഞ്ച് ഹബ്ബായും വിഴിഞ്ഞം ശക്തിപ്പെടും. ആഡംബര ക്രൂയിസ് കപ്പലുകൾക്കും ഇനി മുതൽ വിഴിഞ്ഞത്ത് എത്തിച്ചേരാൻ സാധിക്കും. ഇത് സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉത്തേജനം പകരുന്ന ഒന്നാകും. രണ്ടാം ഘട്ട വികസനത്തിൻ്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയാണ്. നിലവിലെ 800 മീറ്റർ കണ്ടെയ്നർ ബെർത്ത് 2000 മീറ്ററായി വികസിപ്പിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടുകൂടി രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കണ്ടെയ്നർ ബെർത്ത് എന്ന നേട്ടവും വിഴിഞ്ഞം തുറമുഖം സ്വന്തമാക്കും. അതേപോലെ നിലവിലുള്ള 2.96 കിലോമീറ്റർ പുലിമുട്ട് 3.88 കിലോമീറ്ററായി വർദ്ധിപ്പിക്കും. നിലവിൽ തുറമുഖത്തിനായി നിർമ്മിച്ചിട്ടുള്ള പുലിമുട്ട് രാജ്യത്തെ ഏറ്റവും ആഴം കൂടിയ പുലിമുട്ടാണ്. രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമിയൊന്നും ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. പകരം കടൽ നികത്തിയാണ് ആവശ്യമായ ഭൂമി
കണ്ടെത്തുന്നത്. നിലവിലുള്ളവയ്ക്ക് പുറമെ 12 പുതിയ ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ, 27 പുതിയ യാർഡ് ക്രെയിനുകൾ ഇവയെല്ലാം ഇവിടെ സ്ഥാപിക്കും. തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടം 24,000 TEU കണ്ടെയ്നർ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളതാണ്.